ഹായ് ഓൾ, എല്ലാവർക്കും ഇൻ ലൈഫ് EdU അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിസിനസ് എൻവയോൺമെൻറ്റുമായി റിലേറ്റ് ചെയ്ത 25 ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ട്. അത് കാണാത്തവരെ കണ്ടു നോക്കണം. ഇന്ന് അതിൻ്റെ ബാക്കി വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ ആദ്യത്തെ ചോദ്യം, ഫെമ വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. ഉത്തരം 1999. ഡിസംബർ 29, 1999 ഫെമ ആക്ട് പാസ് ചെയ്തത്. നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് ആൻ ആക്ട് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഇക്കണോമിക് പവർ ടു ദ കോമൺ ഡെട്രിമെന്റ്. ഉത്തരം വരുന്നത് ബി ആണ്, MRTP ആക്ട്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസും മോണോപോളീസ് ഇൻ ബിസിനസ്സും റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫോം ചെയ്തിട്ടുള്ള ആക്ടാണ് MRTP ആക്ട്. MRTPയുടെ മെയിൻ എയിം ഇക്കണോമിയിലെ കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ബിസിനസ്സിലെ ഫ്രീഡം മെയിൻറ്റെയിൻ ചെയ്യുക. 28ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ അപ്പെക്സ് ബോഡി ഓഫ് ദ ഇക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ. ഉത്തരം വരുന്നത് എ ആണ്, പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്തത് മാർച്ച് 15, 1950. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ പകരമായിട്ട് വന്നതാണ് നീതി ആയോഗ്. നീതി ആയോഗ് ഫോം ചെയ്ത് 2015 ജനുവരി 1. 29ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ സോഷ്യൽ മൂവ്മെന്റ് സീക്കിംഗ് ടു ഓഗ്മെന്റ് ദ റൈറ്റ്സ് ആൻഡ് പവേഴ്സ് ഓഫ് ബയേഴ്സ്. ഉത്തരം ബി ആണ്, കൺസ്യൂമറിസം. 30ാമത്തെ ചോദ്യം, വിച്ച് among these ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് പ്രൈവറ്റൈസേഷൻ. ഓപ്ഷൻസ്: ഡീനാഷണലൈസേഷൻ, ഫ്രാഞ്ചൈസിംഗ്, സെയിൽ ഓഫ് ബിസിനസ്, ഓൾ ഓഫ് ദീസ്. ഉത്തരം സി ആണ്, സെയിൽ ഓഫ് ബിസിനസ്. അടുത്ത ചോദ്യം, ദ ക്രെഡിറ്റ് ഫോർ ഇൻവെന്റിംഗ് ദ വേർഡ് പ്രൈവറ്റൈസേഷൻ ഗോസ് ടു. ഉത്തരം ഡി ആണ്, പീറ്റർ ഡ്രക്കർ. പീറ്റർ ഡ്രക്കർ ഇൻവെന്റ് ചെയ്തിട്ടുള്ള ടേം ആണ്, അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്തിട്ടുള്ള വേർഡാണ് പ്രൈവറ്റൈസേഷൻ. അതുപോലെ തന്നെ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് പീറ്റർ എഫ് ഡ്രക്കർ. 32ാമത്തെ ചോദ്യം, ഗ്ലോബലൈസേഷൻ മീൻസ്. ഉത്തരം ബി ആണ്, അഡോപ്റ്റിംഗ് എ ഗ്ലോബൽ ഔട്ട്ലുക്ക്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഈസ് നോട്ട് എൻ എലമെന്റ് ഓഫ് ഇന്റേണൽ എൻവയോൺമെന്റ്. ഉത്തരം വരുന്നത് എ ആണ്, മാർക്കറ്റിംഗ് കപ്പാബിലിറ്റി. 34ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ ഇൻസ്ട്രുമെന്റ് ഓഫ് മോണിറ്ററി പോളിസി. ഓപ്ഷൻസ്: ഡെഫിസിറ്റ് ഫിനാൻസിംഗ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ക്യാഷ് റിസർവ് റേഷ്യോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഉത്തരം വരുന്നത് എ ആണ്, ഡെഫിസിറ്റ് ഫിനാൻസിംഗ്. ഡെഫിസിറ്റ് ഫിനാൻസിംഗ് മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെന്റ് അല്ല. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ബാങ്ക് റിസർവ് റിക്വയർമെന്റ്സ്, ഇൻട്രസ്റ്റ് റേറ്റ് പോളിസി, റീലെൻഡിംഗ് ആൻഡ് റീഡിസ്കൗണ്ട്, ഇതൊക്കെയാണ് മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെന്റ്സ്. 35ാമത്തെ ചോദ്യം, ഇന്ത്യ അബോളിഷ്ഡ് ദ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട്സ് ഓഫ് 1429 items in 2000 and 2001 as per the commitment to which of the following. Options: SAFTA, GATT, WTO, NAM. ഉത്തരം വരുന്നത് സി ആണ്, WTO. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട് 2002. ഓപ്ഷൻസ്: പ്രൊഹിബിഷൻ ഓഫ് അബ്യൂസ് ഓഫ് ഡൊമിനന്റ് പൊസിഷൻ, പ്രൊഹിബിഷൻ ഓഫ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്, പ്രൊഹിബിഷൻ ഓഫ് ആന്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെന്റ്, റെഗുലേഷൻ ഓഫ് കോമ്പിനേഷൻസ്. ഉത്തരം ബി ആണ്, പ്രൊഹിബിഷൻ ഓഫ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്. കോമ്പറ്റീഷൻ ആക്ട് 2002 എനാക്ട് ചെയ്തത് ഇന്ത്യൻ പാർലമെന്റും ഇന്ത്യൻ കോമ്പറ്റീഷൻ ലോയുമാണ്. MRTP ആക്ട് റീപ്ലേസ് ചെയ്ത ആക്ടാണ് കോമ്പറ്റീഷൻ ആക്ട് 2002. അടുത്ത ചോദ്യം, ഫെമ സിഗ്നിഫൈസ്. ഓപ്ഷൻസ്: ഫ്രീ എക്സ്പോർട്ട് മാനേജ്മെന്റ് ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മോണിറ്ററിംഗ് ആക്ട്, ഫ്രീ എക്സ്പോർട്ട് മാർക്കറ്റിംഗ് ആക്ട്. ഉത്തരം ബി ആണ്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. അടുത്ത ചോദ്യം, വാറ്റ് ഈസ് ഇമ്പോസ്ഡ്. ഉത്തരം ബി ആണ്, ഓൺ ഫൈനൽ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ. 2017 ജൂലൈ വരെ ഇന്ത്യയിൽ വാറ്റ് എന്ന കോൺസെപ്റ്റ് ആണ് ഫോളോ ചെയ്തിരുന്നത്. എന്നാൽ GSTയുടെ വരവോടുകൂടി വാറ്റ് എന്ന കോൺസെപ്റ്റ് നിലവിലില്ല. അടുത്ത ചോദ്യം, പ്ലാനിംഗ് ഈസ് എ. ഓപ്ഷൻസ്: ഗോൾ ഓറിയന്റഡ്, ഫ്ലെക്സിബിൾ, ടൈം ബൗണ്ട്, ഓൾ ഓഫ് ദ എബോവ്. ഉത്തരം ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. 40ാമത്തെ ചോദ്യം, ഫോർ ദ പർപ്പസ് ഓഫ് ആൻ ഇൻക്വയറി അണ്ടർ ദ MRTP ആക്ട് ദ കമ്മീഷൻ ഹാസ് ദ പവർ ഇക്വിവാലന്റ് ടു. ഉത്തരം എ ആണ്, സിവിൽ കോർട്ട്.
അടുത്ത ചോദ്യം, ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ വാസ് ഇഷ്യൂഡ് ഇൻ? ഉത്തരം ബി ആണ്, 1948. നെക്സ്റ്റ് വൺ, MRTP സ്റ്റാൻഡ്സ് ഫോർ? ഉത്തരം മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട്. 43ാമത്തെ ചോദ്യം, നീതി ആയോഗ് സ്റ്റാൻഡ്സ് ഫോർ? ഉത്തരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അപ്പെക്സ് ബോഡിയാണ് നീതി ആയോഗ്. നീതി ആയോഗ് ഫോം ചെയ്തത് 1 ജനുവരി 2015 പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് നീതി ആയോഗ്. 44ാമത്തെ ചോദ്യം, ഇൻഡസ്ട്രിയൽ പോളിസി refers to the government's policy towards? ഓപ്ഷൻസ്: ഇൻഡസ്ട്രി എസ്റ്റാബ്ലിഷ്മെന്റ്, ഇൻഡസ്ട്രി ഫംഗ്ഷനിങ്, ഇൻഡസ്ട്രി ഗ്രോത്ത് ആൻഡ് മാനേജ്മെന്റ്, ഓൾ ഓഫ് ദ എബോവ്. ഉത്തരം ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ്. അടുത്ത ചോദ്യം, വിച്ച് പോളിസി ഈസ് നോൺ ആസ് ന്യൂ ഇക്കണോമിക് പോളിസി? ഉത്തരം ഇൻഡസ്ട്രിയൽ പോളിസി 1991. 46ാമത്തെ ചോദ്യം, ഡാഷ് മീൻസ് ചേഞ്ച് ഇൻ എ സെറ്റ് ഓഫ് പോളിസീസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫ്രം വൺ പീരീഡ് ഓഫ് ടൈം ടു അനദർ ടു അച്ചീവ് ഇക്കണോമിക് ഗ്രോത്ത്. ഉത്തരം ബി ആണ്, ഇക്കണോമിക് റിഫോംസ്. 47ാമത്തെ ചോദ്യം, ഫെമ സ്റ്റാൻഡ്സ് ഫോർ? ഉത്തരം ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് 5-year പ്ലാൻ വാസ് ലോഞ്ച്ഡ്? ഉത്തരം 1951. 49ാമത്തെ ചോദ്യം, EPZ സ്റ്റാൻഡ്സ് ഫോർ? ഉത്തരം എക്സ്പോർട്ട് പ്രോസസിംഗ് സോൺസ്. 50ാമത്തെ ചോദ്യം, നീതി ആയോഗ് ഫോംഡ് ഓൺ? ഉത്തരം 1 ജനുവരി 2015. ബിസിനസ് എൻവയോൺമെന്റിന്റെ 50 ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബിസിനസ് എൻവയോൺമെന്റിന്റെ ക്ലാസ് കാണാത്തവരെ കണ്ടു നോക്കണം. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക്